ഹലോ നമസ്കാരം. താരാസുണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ക്രിസ്മസ് ആയിട്ട് അടിപൊളി വൈൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. നമ്മൾ മുന്തിരി ഇട്ടിട്ട് 21 ദിവസം കെട്ടിവെച്ചിട്ട് എടുത്തേക്കണ വൈനാണത്. അപ്പം നല്ല അടിപൊളി വൈനാണ്. നമ്മൾ ക്രിസ്മസൊക്കെ ആയിട്ട് നമുക്ക് വൈനും കേക്കും എല്ലാ വീടുകളിലും മസ്റ്റാണല്ലോ. അപ്പോൾ നമ്മൾ 21 ദിവസത്തെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിത് 21 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ 3 കിലോ മുന്തിരിയാണ് എടുത്തേക്കണത്, കറുത്ത മുന്തിരി. അത് നന്നായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ കഴുകി വെള്ളമൊക്കെ മാറുന്നതിന് ശേഷം നമ്മൾ ഒരു സ്റ്റീലിൻ്റെ ഉരുളിയിലിട്ടിട്ട് ഉരുളിയൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. എല്ലാ സാധനങ്ങളും നമ്മൾ ഉണക്കിയെടുക്കണം എന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് നമ്മൾ മുന്തിരി ഈ പാത്രത്തിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഞരടി യോജിപ്പിക്കണം. അപ്പോൾ മോനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഞരടി നമുക്ക് അതിൻ്റെ തൊലിയും കാമ്പും വേറെയാണ് വിധത്തിൽ ചെയ്തെടുക്കണം. മിക്സിയിലൊന്നും ഇതിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. മിക്സിയിലിട്ട് അടിച്ചാൽ കുരുവും കൂടി അടിഞ്ഞു പോകും. അപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് ഞരടി ഇടുകയാണെങ്കിൽ ഇത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ കോല് കൊണ്ടാണ്, ഈ മരത്തിൻ്റെ കോല് കൊണ്ടാണ് ഞാൻ സ്ഥിരം ഇത് മിക്സ് ചെയ്യാൻ പോണത്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തെടുക്കുന്നതാണ്. പിന്നെ എല്ലാ ദിവസവും നമ്മളിതിങ്ങനെ കോല് കൊണ്ട് ഇളക്കിയതിന് ശേഷം ആ കോലൊന്ന് ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കിയെടുത്ത് വയ്ക്കാം. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് ആ സമയത്ത് തന്നെ ഇതെടുത്ത് ഇങ്ങനെ ഇളക്കി ഇടാൻ സാധിക്കും. അപ്പോൾ 3 കിലോ മുന്തിരിക്ക് ഞാൻ 3 കിലോ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഇതൊക്കെ വൈദ്യശാലയിൽ നിന്ന് മേടിച്ച മുന്തിരി വൈനിടാൻ വേണ്ടി മേടിച്ച സാധനങ്ങളാണ്. അപ്പോൾ അവർ തന്നതാണത്. 5 കിലോന് കരുതിയിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചേക്കണത്. അപ്പോൾ ഇതിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ വേറെന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഒരു പൂവാണ്, വൈദ്യശാലയിൽ തന്നതാണ്. ഈ പൂ ചേർക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല വീര്യവും ഉണ്ടാവും വൈന്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു 3/4 ഭാഗത്തോളമാണ് എടുക്കണത്. 1/4 ഭാഗം മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് സൂചി ഗോതമ്പ്, അതും വൈദ്യശാലയിൽ തന്നെ കിട്ടിയതാണ്. അപ്പോൾ അത് കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തേക്കണതാണ്. അതിൽ നിന്ന് 3/4 ഭാഗമാണ് ഇതിലൊക്കെ ചേർക്കണത്. ഞാൻ വൈനിൽ ഈസ്റ്റോ അങ്ങനെയൊന്നും ചേർക്കാറില്ല. വൈനിൽ പൊതുവേ ഞാൻ ഈസ്റ്റൊന്നും ചേർക്കാറില്ല. അപ്പോൾ ഇത് ഗോതമ്പൊക്കെ ഇടുമ്പോൾ നമുക്ക് അതിൻ്റേതായ പെർഫെക്ഷൻ കിട്ടും. പിന്നെ നമുക്ക് ഈ മരുന്നുകൾ, അങ്ങാടി മരുന്ന്, ഇതൊക്കെ ഇടുകയാണെങ്കിൽ നല്ല അടിപൊളി വീര്യമുള്ള നല്ല സൂപ്പർ വൈനായിട്ടാണ് ഇപ്പോൾ കിട്ടിയേക്കണത്. പിന്നെ നമ്മൾ ഇതിൽ വേറെ ഒന്നും കെമിക്കലുകളൊന്നും ചേർക്കണില്ല. അപ്പോൾ നമുക്കിതൊക്കെ നമ്മൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ എടുത്തേക്കണതാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് വൈനിടണത് എങ്ങനെയാണെന്ന് നോക്കാം. ഭരണി കഴുകി ഉണക്കിയൊക്കെ എടുത്തേക്കണതാണ്. അതിലൊക്കെ നമുക്ക് ഇതൊക്കെ ഒന്നിച്ച് തന്നെ ഇട്ടാൽ മതിയാവും. ആദ്യം മുന്തിരി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ പഞ്ചസാരയും അങ്ങാടി മരുന്നും പിന്നെ ഗോതമ്പൊക്കെ കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ തിളപ്പിച്ചറിയ വെള്ളം, ഇതിന് പാകമുള്ള വെള്ളം എത്രയാണെന്ന് വെച്ചാൽ അത്ര എടുക്കാം. ഞാനിപ്പോൾ ഈ ഭരണിയുടെ ഒരു 3/4 ഭാഗത്തോളമാണ് വെള്ളം തിളപ്പിച്ചാറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തലേ ദിവസം വെള്ളം തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നന്നായിട്ട് തണുത്തിരിക്കും. അപ്പം നമുക്കിത് ഭരണിയിലിട്ട് പഞ്ചസാരയും മറ്റേ മരുന്നുകളും അങ്ങാടി മരുന്നും ഗോതമ്പൊക്കെ കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചടച്ച് ഒരു കോട്ടൺ തുണി ഇട്ടൊന്ന് കെട്ടി വയ്ക്കാം. അപ്പം ഞാൻ എൻ്റെ ഈ ഭരണിയുടെ മൂടിക പൊട്ടിപ്പോയ കാരണം, ഇപ്പോൾ കുറേ നാളായ ഭരണിയാണിത്. ഒരു 10 കൊല്ലമെങ്കിലായിട്ടുണ്ടാവും ഞാൻ ഈ ഭരണി വാങ്ങിയിട്ട്. എല്ലാ കൊല്ലവും ഇങ്ങനെ വൈനൊക്കെ കെട്ടാറുണ്ട്. പിന്നെ പൈനാപ്പിൾ വൈൻ കെട്ടും ഈസ്റ്ററൊക്കെ ആകുമ്പോൾ. അപ്പോഴൊക്കെ ആയാലും ഞാൻ ഇങ്ങനെ തന്നെയാണ് പ്രോസസ്സ് ചെയ്യണത്. ഈസ്റ്റോ അങ്ങനെയൊന്നും ചേർക്കാറില്ല. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് ഒന്നിച്ചിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ ആ കോല് ഉപയോഗിച്ചാണ് ഞാൻ മിക്സ് ചെയ്യണത്. പിന്നെ എൻ്റെ ഈ ഭരണിയുടെ മൂടിയോ പൊട്ടിപ്പോയ കാരണം ഞാൻ പിന്നെ ഇതിന് അലുമിനിയത്തിൻ്റെ ഒരു മൂടിയോ വെച്ചിട്ടാണ് മൂടി. പിന്നെ നമുക്കൊരു കോട്ടൺ തുണി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് കെട്ടി വയ്ക്കാം. കെട്ട് അധികം മുറുകാൻ പാടില്ല, കുറച്ചളവിൽ തന്നെ കെട്ടണം. എന്നിട്ട് നമുക്കൊരു ഇരുട്ടുള്ള സ്ഥലത്ത് നീക്കി വയ്ക്കാം. എന്നിട്ട് എല്ലാ ദിവസവും കൃത്യം രാവിലെ എപ്പോഴാണ് സമയം എന്ന് വെച്ചാൽ ഞാൻ രാവിലെ എല്ലാ ദിവസവും 6 മണിക്കാണ് ഇത് മിക്സ് ചെയ്യാറുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ദിവസവും നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കാനില്ല. പിന്നെ 21 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് പിന്നെ ഞാൻ ഇട്ടേക്കണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വൈനൊക്കെ കെട്ടി നമ്മളിപ്പോൾ ക്രിസ്മസും അല്ലെങ്കിൽ അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കെട്ടി പിള്ളേർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ബ്ലഡൊക്കെ കുറവുള്ള പിള്ളേർക്കും ഒക്കെ ഏറ്റവും നല്ലതാണിത്, വലിയവർക്കും കഴിക്കാനൊക്കെ.
അപ്പോൾ നമ്മുടെ 21 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കുഴല് ചെറിയ ഇങ്ങനെ പണിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുഴലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിനു വേണ്ടി തന്നെ കഴുകി ഉണക്കി എന്നും എടുത്തു വയ്ക്കും. അപ്പോൾ അത് നമ്മളിങ്ങനെ മുകളിൽ മുന്തിരിയുടെ മുകളിൽ ഇങ്ങനെ കലക്കാതെ തന്നെ അന്നത്തെ ദിവസം നമ്മൾ മിക്സ് ചെയ്യാതെ ആ കുഴലിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഈ വേറെ ഒരു പാത്രത്തിലൊക്കെ നമ്മൾ ഈ വൈൻ എടുക്കുകയാണെങ്കിൽ ഒട്ടും കലരില്ലാതെ നല്ല പ്യൂർ വൈനായിട്ട് കിട്ടും. എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി.